The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ബജറ്റിൽ കൂടുതൽ വികസന പദ്ധതികൾ കൂടെ ഉൾപ്പെടുത്തിയതോടെ വാണിയംകുളം പഞ്ചായത്തിന്റെ മുഖം മാറുന്നു. മാസ്റ്റർ പ്ലാനിനു പുറമെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം 50 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കാനാണ് ഒരുങ്ങുന്നത്. കൂടാതെ മൃഗാശുപത്രി ആധുനികവൽക്കരിക്കാനും ബജറ്റിൽ തുക വിലയിരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കന്നുകാലി ചന്തയുടെ മുഖവും മാറുകയാണ്. കന്നുകാലികളെ നിർത്തിയിടുന്ന ചെളി നിറഞ്ഞ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കും. ഇതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന നൂറുകണക്കിന് കന്നുകാലികളെ വൃത്തിയുള്ള സ്ഥലത്ത് നിർത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ചന്തയ്ക്കകത്തുള്ള കെട്ടിടത്തിൽ കച്ചവടക്കാർക്ക് വിശ്രമ മുറിയും ഒരുക്കും. ഇരുനില കെട്ടിടത്തിന് താഴത്തെ നിലയിൽ കച്ചവട സ്ഥാപനങ്ങളാണ്. മുകളിൽ വിശ്രമ കേന്ദ്രം കൂടി വന്നാൽ പഞ്ചായത്തിന് അത് വരുമാന മാർഗം കൂടിയാകും. ചന്തയിൽ പുതിയ ജലസംഭരണി സ്ഥാപിച്ച് ശുദ്ധജല വിതരണവും നടത്തും. 2 ഏക്കറിലധികം സ്ഥലത്താണ് നിലവിൽ വാണിയംകുളം ചന്ത സ്ഥിതി ചെയ്യുന്നത്. റബ്ബറൈസ് ചെയ്ത റോഡുകൾ, ഗാലറിയോടുകൂടിയ ഫുട്ബോൾ മൈതാനം, ഓപ്പൺ ഓഡിറ്റോറിയം, മരത്തിന് ചുറ്റും ഇരിപ്പിടങ്ങൾ എന്നിവയാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത്. കൂടാതെ പുതിയ ഫുട്ബോൾ മൈതാനവും ഒരുങ്ങുന്നുണ്ട്. ഒട്ടേറെ പേർക്ക് ഇരിക്കാനുള്ള ഗാലറി, നടപ്പാത, ശുചിമുറി, ലഘുഭക്ഷണശാല എന്നിവ ഫുട്ബോൾ മൈതാനത്ത് ഉണ്ടാകും. 4.32 കോടി രൂപ ചെലവഴിച്ചാണ് ഫുട്ബോൾ മൈതാനം യാഥാർത്ഥ്യമാക്കുന്നത്. കൂടാതെ പഞ്ചായത്തിൽ 30 ലക്ഷം രൂപ വിനിയോഗിച്ച് ഓപ്പൺ ഓഡിറ്റോറിയവും നിർമ്മിക്കുന്നുണ്ട്.